ശരീരത്തിൻ്റെ വികാസം വളരെ പ്രധാനമാണ്. കൂടുതൽ ഉയരത്തിൽ, കൂടുതൽ വേഗത്തിൽ, കൂടുതൽ ദൂരത്തിൽ. എന്തിനാണ് ഈ സ്പോർട്സ്? സ്പോർട്സ് ഈസ് കാൽക്കുലേറ്റഡ് റിസ്ക് ടേക്കിംഗ്. സ്പോർട്സ് ജയിക്കാൻ വേണ്ടിയുള്ള സാധനമല്ല, നമ്മുടെ പവർ കൂട്ടാനുള്ള സാധനമാണ് എന്ത്? സ്പോർട്സ്. ശാരീരികമായ പവറാണോ ഓടുമ്പോൾ കൂടുന്നത്? അല്ല, മാനസികമായ ശക്തിയാണ് ഏറ്റവും കൂടുതൽ കൂടുന്നത്. അർജുൻ ഭൂമിയുടെ അടിയിലോട്ട്, വെള്ളത്തിനടിയിലോട്ട് പോയി. അർജുൻ്റെ പെങ്ങള് പറഞ്ഞു അവൻ പിടിച്ചു നിൽക്കും, അവന് ഭയങ്കര മാനസിക ശക്തിയുണ്ട്. അർജുൻ്റെ പെങ്ങള് പറയും നിങ്ങൾ അന്വേഷണം എന്ത് ചെയ്യരുത്, നിർത്തരുത്, കണ്ടെത്തണം, അവന് പിടിച്ചു നിൽക്കാനുള്ള ശേഷിയുണ്ട്, മാനസികമായ ശക്തിയാണ്. അപ്പം ഓടുകയും ചാടുകയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിൽ എന്തുണ്ടാകും? സെറട്ടോൺ, ഡോപ്പമിൻ, ഓക്സിറ്റോസിൻ, എൻഡോർഫിൻ. പെയിൻ കില്ലറാണ്, നാച്ചുറൽ പെയിൻ കില്ലറാണ് എൻഡോർഫിൻ. കുട്ടികൾ ഫുട്ബോൾ കളിക്കുവാണ്, കളിക്കുന്നതിനിടയ്ക്ക് ഒരു നഖം കല്ലെ തട്ടി അടർന്നങ്ങ് പോയി. പക്ഷെ ഫുട്ബോൾ കളിയിലിടയ്ക്ക് കുട്ടി എന്ത് ചെയ്യുന്നില്ല, അറിയുന്ന പോലുമില്ല. കളിയെല്ലാം കഴിഞ്ഞാണ് അവൻ നഖം പോയ കാര്യം എന്ത് ചെയ്യുന്നത്, അറിയുന്നത്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? കൈ ഉയർത്ത്. ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അനുഭവമുണ്ട്. കളിക്കാൻ വേണ്ടി ഇറങ്ങുമ്പം ചെറിയ മുറിവൊന്നും പറ്റിയത് നമ്മൾ അറിയുന്നുമില്ല. കളി കഴിഞ്ഞാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുറിവ് പറ്റിയ കാര്യം അറിയുന്നത്. എന്താ കാര്യം? എൻഡോർഫിൻ പ്രവർത്തിക്കുവാണ്, ഓടുകയും ചാടുകയും. അപ്പം ഓടാൻ വേണ്ടിയും ചാടാൻ വേണ്ടിയൊക്കെ ഇറങ്ങുമ്പം എന്തെല്ലാം വാല്യൂസാണ് നമുക്ക് ഫിസിക്കൽ ഡെവലപ്മെൻറ്റ് നൽകുന്നത്. അതായത് എല്ലാറ്റിനും എന്ത് ചെയ്യാൻ പോകുന്നില്ല, ജയിക്കാൻ പോകുന്നില്ല. ഇന്ന് ജയിച്ചു കഴിഞ്ഞാൽ നാളെ എന്ത് ചെയ്യും, തോക്കും. തോറ്റു കഴിഞ്ഞാൽ വിട്ടുകൊടുക്കരുത്, ഇനിയും പരിശ്രമിച്ച് എന്ത് ചെയ്യണം, വീണ്ടും ജയിക്കണം. ഒറ്റയ്ക്ക് തന്നെ കൊണ്ടുപോയി എന്തടിക്കാൻ പറ്റൂല, ഗോൾ അടിക്കാൻ പറ്റൂല. ടീമായിട്ടേ സംഭവം നടക്കൂ. എന്തെല്ലാം വാല്യൂസാണ്, എന്തോ ഒരു സോളിഡാരിറ്റിയാണ്. കളിക്കുന്നതിനിടയ്ക്ക് എന്തില്ല, ജാതിയില്ല, മതവും ഇല്ല, ഒന്നുമില്ല. എല്ലാവരും എന്താണ്, മനുഷ്യരെ പോലെ ഭയങ്കര സൗഹൃദവും ചങ്ങാത്തവും ആണ്. കാരണം ഓരോ ആളുകളും എന്താണ്, ടീമിൻ്റെ ജയമാണ് ആഗ്രഹിക്കുന്നത്, അല്ല സ്വയം ജയിക്കാനും സെഞ്ചുറി അടിക്കാനും അല്ല ആഗ്രഹിക്കുന്നത്. അവസാനം ഒരാൾ 200 റണ്ണെടുത്ത് ഡബിൾ സെഞ്ചുറി തികച്ചു. പക്ഷെ കളി ആര് തോറ്റുപോയി? ഇന്ത്യ തോറ്റുപോയി. സന്തോഷമായിരിക്കും, ദുഃഖമായിരിക്കും? ഡബിൾ സെഞ്ചുറി അടിച്ചു, അല്ല വേൾഡ് റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. പറഞ്ഞിട്ട് എന്ത് കാര്യം, നമ്മൾ തോറ്റല്ലോ. അപ്പം ഇതൊക്കെയാണ് സ്പോർട്സ് കൊണ്ടുവരുന്ന വാല്യൂസ്. ശരീരവും മനസ്സും തമ്മിലുള്ള ബന്ധം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ശരീരം മനസ്സും തമ്മിലുള്ള ബന്ധം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ട്. നമ്മുടെ അസുഖങ്ങളിൽ 70% അസുഖങ്ങളും എവിടെ നിന്നാണ് ആരംഭിക്കുന്നത്? മനസ്സിലാണ് ആരംഭിക്കുന്നത്. അത് ശരീരത്തിൽ എന്ത് ചെയ്യുന്നേ ഉള്ളൂ, മാനിഫെസ്റ്റ് ചെയ്യുന്നേ ഉള്ളൂ. 70% അസുഖങ്ങളും എന്താണ്? സൈക്കോസൊമാറ്റിക് ഡിസോർഡേഴ്സ് ആണ്. രാവിലെ 8:30 കൊച്ചിന് ഭയങ്കര പനി, 8:45 പനി കൂടി, 9 ഭയങ്കര പനി. അമ്മ പറഞ്ഞു ഇന്ന് സ്കൂളിൽ പോകണ്ട, നേരെ ഡോക്ടറിൻ്റെ അടുത്തോട്ട് പോവാം. ഡോക്ടറിൻ്റെ അടുത്തോട്ട് ചെന്നു, അവിടെ ഇരുന്നു. 9:30 ഡോക്ടർ കയറ്റിയില്ല. 9:45 ഡോക്ടർ അകത്തോട്ട് കയറ്റി. അകത്ത് കയറി കഴിഞ്ഞപ്പോൾ എന്താണ്, കുട്ടിക്ക് ടെമ്പറേച്ചർ നോർമൽ. കാരണം 9:30 എന്തടിച്ചു, ബെല്ലടിച്ചു, പരീക്ഷ തുടങ്ങി. ഇനി എന്ത് ചെയ്യാൻ പറ്റില്ല, കൊന്നാലും പരീക്ഷയ്ക്ക് പോകാൻ പറ്റില്ല. പരീക്ഷയെ അറ്റൻഡ് ചെയ്യാതിരിക്കാനുള്ള ആ കുട്ടിയുടെ പരിശ്രമത്തിൻ്റെ ഭാഗമായിട്ട് മനസ്സ് ശരീരത്തിന് കൊടുത്ത ഒരു ടെമ്പറേച്ചറാണ് എന്ത് ചെയ്തത്, നമ്മൾ കണ്ടത്. തെർമോമീറ്ററിൽ കാണിച്ചോ, കാണിച്ചില്ലേ? യഥാർത്ഥത്തിൽ ചൂടുണ്ടായിരുന്നോ, ഇല്ലേ? പറ. ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു, അത് സൈക്കോസൊമാറ്റിക് ആയിരുന്നു. 1-ാം ലോകമഹായുദ്ധം 2-ാം ലോകമഹായുദ്ധ കാലഘട്ടങ്ങളിൽ പട്ടാളക്കാരുടെ കേൾവി ശക്തി പോയി, കാഴ്ച ശക്തി പോയി. കേട്ടിട്ടുണ്ടോ നിങ്ങൾ? അതിനെപ്പറ്റി വായിച്ചിട്ടുണ്ടോ? വായിക്കണം. ഒത്തിരി പേരുടെ കാഴ്ചശക്തി പോയി. എന്താ കാര്യം? ഷെല്ലൊക്കെ വെച്ച് സ്വന്തം ആത്മസുഹൃത്ത് കൂട്ടുകാരനായ പട്ടാളക്കാരൻ ചിന്നിച്ചിതറി കുഞ്ഞു ഇറച്ചി കഷ്ണങ്ങളായി തെറിച്ചു പോകുന്നത് ഒരു പട്ടാളക്കാരൻ കാണുവാണ്. അയാളങ്ങ് ബ്ലൈൻഡ് ആവുക. എന്താ കാര്യം? അയാളുടെ മനസ്സിൽ ഈ രംഗം കണ്ടുകൊണ്ട് നിൽക്കാൻ എന്ത് ചെയ്യുന്നില്ല, പറ്റുന്നില്ല. ഫുള്ളി ബ്ലൈൻഡായി. പിന്നെ ആ പട്ടാളക്കാരെ കൊണ്ടുവന്ന് ഹിപ്നോട്ടൈസ് ചെയ്ത് ഒത്തിരി മനഃശാസ്ത്രപരമായ ട്രീറ്റ്മെൻറ്റുകൾക്കൊക്കെ ശേഷമാണ് അവരെന്ത് ചെയ്തത്, വീണ്ടും കാഴ്ചശക്തി തിരിച്ചു വന്നത്. സിമുലേറ്റഡ് ആയിട്ടുള്ള ഒരു ബ്ലൈൻഡ്നെസ് ആണത്. ശരീരം ഒരു ബ്ലൈൻഡ്നെസ് എന്ത് ചെയ്യുക, മനഃപൂർവ്വം സ്വീകരിക്കുകയാണ്. അങ്ങനെയുള്ള എന്തെല്ലാം മാജിക്കാണെന്നറിയാമോ നമ്മുടെ മനസ്സിൻ്റെ സംഭവം ഭയങ്കര പ്രത്യേകതയാണ് കേട്ടോ. ഫോർ എക്സാമ്പിൾ, ഒരാൾ നല്ലൊരു അടിപൊളി സാരി ഉടുത്തുകൊണ്ട് വരിക. അപ്പം നമ്മൾ എന്തോ പറയുക, എത്ര ആയി, ഇത് എവിടുന്ന് മേടിച്ചു,
രാമേന്ദ്രൻ. ഓ, രാമേന്ദ്രനിലെ ഒന്നും കൊള്ളൂല, കളറ് പോവും. എത്ര ആയി? 2000 കളിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് കൂട്ടുകാരി അങ്ങ് പോയി. മൊത്തം ഉന്മേഷവും എന്ത് ചെയ്യും? പോവും. ഇത്രയേ ഉള്ളൂ സംഭവം. നേരെ മറിച്ച് ഇങ്ങനെ ഒരാളിങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് കൂട്ടുകാർ ചോദിക്കുക, ആ അടിപൊളി കേട്ടോ, നന്നായിട്ട് ചേരുന്നുണ്ട്, എവിടെ നിന്ന് മേടിച്ചു? രാമേന്ദ്രൻ. സൂപ്പർ. എത്ര ആയി? 2000. ലാഭം. നടന്നങ്ങ് പോയി. വൈകുന്നേരം വരെ എന്താണ്? സന്തോഷം, മനസ്സമാധാനം. ഞാൻ പറഞ്ഞ പോയിന്റ് മനസ്സിലായി? മനസ്സാ ഇത്, മനസ്സാ. പെട്ടെന്നൊരു ചെറിയ സാധനം മതി എന്ത്? നമുക്ക് ഭയങ്കര അസ്വസ്ഥത വരാം. ഫോർ എക്സാമ്പിൾ, നമ്മളെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുന്നെന്ന് തോന്നുന്നു എന്ന് വിചാരിക്കാം. ഒരു സാറിന് നമ്മളെ ഇഷ്ടമല്ലെന്ന് തോന്നുന്നു. പഠിപ്പിക്കുന്ന ഒരു സാറിന് നമ്മളെ ഇഷ്ടമല്ലെന്ന് ഒരു കുട്ടിക്ക് എന്ത് ചെയ്യുക? തോന്നുക. മേ ബി റിയൽ ആയിട്ട് ഇഷ്ടമല്ലായിരിക്കാം, അല്ലെങ്കിൽ തോന്നലായിരിക്കാം. എന്തായാലും ആ കുട്ടിയുടെ ജീവിതം എന്ത് ചെയ്തു? നശിച്ചു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും ആ അസ്വസ്ഥതയോടുകൂടിയാണ് എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത്. അപ്പം മൈൻഡ് ഭയങ്കര മാജിക്കലാണെന്ന് ഞാൻ പറയുവാണ്. നേരെ മറിച്ച് ഇനി തിരിച്ച് മാനസികമായ വിഷമമാണെന്നുണ്ടെങ്കിലോ, ഫോർ എക്സാമ്പിൾ, അമ്മയ്ക്ക് വയ്യ, അമ്മ ICUവിൽ കിടക്കുകയാണ്. അപ്പം അപ്പുറത്താണ് ചിക്കൻ ഫ്രൈ, ഐസ്ക്രീമും ഒക്കെ കൊണ്ടുവച്ചേക്കുന്നു. നമ്മളെന്ത് ചെയ്യും? നമ്മൾ കഴിക്കുമോ? നമ്മളെന്താ പറയും? ഓ, ഐസ്ക്രീമും വേണ്ട, ചിക്കനും വേണ്ട, ഒന്നും വേണ്ട, എൻ്റെ അമ്മ ഒന്ന് കണ്ണ് തുറന്നാൽ മതിയായിരുന്നു എന്നെന്ത് ചെയ്യും? ചിന്തിക്കും. വിശപ്പ് പോയി, വിശപ്പ് വിഷയമല്ല. ഇനി രാവിലെ ഉണർന്നു. എൻ്റെ റൂട്ടീൻ ഇങ്ങനെ, അത് രാവിലെ ഉണർന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ പടപടാ കാര്യങ്ങൾ എന്ത് ചെയ്യും? നീക്കി വേണം എന്ത് ചെയ്യാൻ? പിള്ളേരെ 4 പേരെയും സ്കൂളിൽ എത്തിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. അത് കഴിഞ്ഞ് ഓടി കോളേജിലോട്ട് വരണം. അത് കഴിഞ്ഞ് വൈകുന്നേരം വരെയും ഇങ്ങനെ ചുറുചുറുക്കോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനായിട്ട് എന്ത് ചെയ്യുക? പരിശ്രമിക്കുക. വൈകുന്നേരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വീട്ടിലാണെന്നുണ്ടെങ്കിൽ എന്താണ്, പച്ചക്കറിയും വെളിച്ചെണ്ണയൊക്കെ മേടിക്കണം. അതിന് വേണ്ടി ഓടി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് തുണി തേക്കാൻ വേണ്ടി കൊടുത്ത സ്ഥലത്ത് പോയി തുണി എടുത്തുകൊണ്ട് വരണം. അതെല്ലാം എടുത്തുകൊണ്ട് വന്നു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒന്ന് ഒരു 8-8 ആയപ്പോഴത്തേക്ക് ഒന്ന് ചാരു കസേരയിൽ ഇങ്ങനെ ചാരി ഫാനൊക്കെ ഇട്ട് ഇങ്ങനെ ഒന്ന് കിടന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് പെട്ടെന്നൊരു ഫോൺ കോൾ വരുവാണ് നാട്ടിൽ നിന്ന്. അമ്മയ്ക്കൊട്ടും വയ്യ, അമ്മയ്ക്കൊരു നെഞ്ചുവേദന, അമ്മയെ ആശുപത്രിയിലോട്ട് അഡ്മിറ്റ് ചെയ്തു, പെട്ടെന്ന് നീ വാ എന്നെൻ്റെ ചേട്ടൻ എന്ത് ചെയ്യുക? വിളിക്കുക. അതുവരെ ഇങ്ങനെ എന്നെ ഇനി ഒന്നിനും കൊള്ളൂലേ, കട്ടിലെങ്ങാണം കണ്ടായിരുന്നേ ഞാൻ അവിടോട്ടങ്ങ് വീണോളായിരുന്നു, അത്താഴവും വേണ്ട, ഒന്നും വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഞാനാണേ പെട്ടെന്ന് ടപ്പേന്ന് കണ്ണങ്ങ് എന്ത് ചെയ്യും? തുറക്കും. അഡ്രിനാലിൻ പ്രവർത്തിക്കും. പേശികളൊക്കെ എന്ത് ചെയ്യുന്നു? സടകുടഞ്ഞ് എന്ത് ചെയ്യുന്നു? എഴുന്നേൽക്കുന്നു. ഭയങ്കര ഉന്മേഷം, ഭയങ്കര ഉണർവ്. വിശപ്പെല്ലാം മറന്നു. ഭയങ്കര വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു. വിശപ്പില്ല, ദാഹമില്ല. പെട്ടെന്ന് ഞാൻ കാർ എടുക്കുന്നു. 1.5 മണിക്കൂർ കൊണ്ട് കൊട്ടാരക്കരയിൽ ആശുപത്രിയിലോട്ട് എന്ത് ചെയ്യുന്നു? ഓടിയെത്തുന്നു. അത്ഭുതകരമായ വേഗതയിൽ പെട്ടെന്നെത്തുന്നു. ഒരു തവണ പോലും കോട്ടുവായിടാതെ. ഇത് ഞാൻ വെറുതെ കഥ പറഞ്ഞല്ല. എൻ്റെ മമ്മിക്ക് കണ്ണ് കാണത്തില്ല, എൻ്റെ മദർ കണ്ണ് കാണത്തില്ല. കുറേ 10-35 വയസ്സായപ്പോഴേ കണ്ണിന് കാഴ്ച പോയതാണ്. ഇപ്പോൾ 80-82 വയസ്സുണ്ട്. 4 വർഷം മുമ്പ് എൻ്റെ പപ്പയ്ക്ക് ചവയ്ക്കാൻ വയ്യ. അതുകൊണ്ട് എൻ്റെ മദർ ഈ മിക്സിക്കകത്ത് കപ്പലണ്ടിയൊക്കെ ചെറുതായിട്ടൊന്ന് അരച്ചു കൊടുക്കും. അപ്പം മമ്മി കപ്പലണ്ടിയൊക്കെ അരച്ചു കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ്? കണ്ണ് കാണത്തില്ലല്ലോ, അതുകൊണ്ട് എല്ലാം തൊട്ട് നോക്കിയാണ് എന്ത് ചെയ്യുന്നത്? എന്തുമാത്രം ക്വാണ്ടിറ്റി ഉണ്ടെന്നൊക്കെ ചെക്ക് ചെയ്യുന്നു. എന്തിനധികം പറയണം, അകത്തോട്ട് തൊട്ട് കപ്പലണ്ടിയൊക്കെ സഫിഷ്യൻ്റ് ആണോ എന്ന് നോക്കിയ സമയത്ത് അറിയാതെ എന്തങ്ങ് ഓണായിപ്പോയി? മിക്സി അങ്ങ് ഓണായിപ്പോയി. 4 വിരലുകളുടെയും അറ്റം അങ്ങ് എന്ത് ചെയ്തു പോയി? മുറിഞ്ഞു പോയി. ഉടനെ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയി. ഉടനെ എന്നെ എന്ത് ചെയ്തു? വിളിച്ചു. ഞാനിവിടെ ഡെഡ് ടയേർഡായിട്ട് മുറിയിലിരിക്കുന്ന സമയമാണ് കേട്ടോ. അപ്പോൾ ഉടനെ ഞാൻ എന്ത് ചെയ്തു? എൻ്റെ കണ്ണ് തുറന്നു. എനിക്ക് ദാഹവുമില്ല, വിശപ്പുമില്ല, ഒന്നുമില്ല, ഒരു കോട്ടുവോ പോലും ഇല്ല. പറഞ്ഞ് ഞാൻ ഇവിടുന്ന് കൊട്ടാരക്കര ചെന്ന് ആശുപത്രിയിൽ ചെന്ന് ഡോക്ടറിനെയൊക്കെ പോയി കണ്ടു. മമ്മയുടെ അടുത്ത് പോയി മമ്മയെ കെട്ടിപ്പിടിച്ചു, ഒത്തിരി ഉമ്മയൊക്കെ കൊടുത്തു, ബലപ്പെടുത്തി. ഇപ്പം എല്ലാം കൈയെല്ലാം റെഡിയായി. ഇപ്പം എന്താണ്, 4 വിരലുകൾക്ക് എന്തില്ല, 3 വിരലുകൾക്ക് എന്തില്ല, അറ്റമില്ലെന്നുള്ളതേ ഉള്ളൂ. പിന്നെ വിരലുകൊണ്ട് പഴയതുപോലെ ഒത്തിരി കുക്കിംഗ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ എന്നാലും വളരെ സന്തോഷമായിട്ടിരിക്കുന്നു ഇപ്പോൾ കേട്ടോ. ഞാൻ പറഞ്ഞതെന്നുണ്ടെങ്കിൽ എനിക്ക് വന്ന മാറ്റമാണ് പറയുന്നത്. ഞാൻ അന്ന് രാത്രി ഉറങ്ങാതെ മമ്മിയുടെ കൂടെ ഇരുന്നു. അത്രയും ടയേർഡായിട്ട് ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് പോയി. ഭക്ഷണവും കഴിച്ചിട്ടില്ല, വെള്ളവും കുടിച്ചിട്ടില്ല, ഒന്നുമില്ല. എന്നിട്ടും രാത്രി മുഴുവൻ എന്ത് ചെയ്യുക? സുഖമായിട്ട് ഇരുന്നു. ഇതാണ് നമ്മുടെ മാനസികമായ ശക്തി. അപ്പം മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശപ്പില്ല, എന്താണ്, ക്ഷീണമില്ല. മാനസികമായിട്ട് നമ്മൾ തളർന്നിരിക്കുവാണെങ്കിൽ നമുക്ക് വിശപ്പില്ല, ദാഹമില്ല, ഒന്നും ചെയ്യാനൊരു ഉന്മേഷവും ഇല്ല. എവിടെയെങ്കിലും പോയി കിടക്കുക, ചുരുണ്ടുകൂടി കിടക്കുക എന്നുള്ളതാണ് എന്ത് നമുക്ക് തോന്നുന്നത്. അതുപോലെ തന്നെ എന്താണ്, ശാരീരികമായി ഡൗൺ ആയാലേ, കയ്യിലൊരു മുറിവ് വന്നാൽ,
മാനസികമായും നമ്മൾ എന്താവും? ഡൗൺ ആവും. കൈക്ക് മാത്രമല്ല വേദന. അപ്പം ശരീരവും മനസ്സും തമ്മിൽ ഭയങ്കരമായിട്ട് കോറിലേറ്റഡ് ആണ്. അതുകൊണ്ട് ശാരീരികമായ വികാസം മാനസിക വികാസത്തിലാണ് കലാശിക്കുന്നത്. ദാറ്റ് ഈസ് മൈ പോയിന്റ്. ശരീരത്തിൻ്റെ വികാസം എന്തിനാണ് കലാശിക്കുന്നത്? മാനസിക വികാസത്തിലാണ് കലാശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്തൊക്കെ തിന്നണം? ഇലക്കറികൾ കൂടുതൽ കഴിക്കണം. നിങ്ങളും കൂടെ പറഞ്ഞോ. ഈ കടല പോലുള്ള അങ്ങനെയുള്ള സാധനങ്ങൾ കൂടുതൽ കഴിക്കണം. പിന്നെ പഴങ്ങൾ, നാടൻ പഴങ്ങൾ കൂടുതൽ കഴിക്കണം. സാലഡ് കൂടുതൽ കഴിക്കണം. പച്ചക്കറികളൊക്കെ കഴുകി വൃത്തിയായി തോല് കളഞ്ഞിട്ട് നമ്മൾ റോ ആയിട്ട് തന്നെ എന്ത് ചെയ്യണം? തിന്നണം. പല കളറിലെ പച്ചക്കറികൾ എന്ത് ചെയ്യണം? കഴിക്കണം. പാല് നല്ലൊരു സമീകൃത ആഹാരമാണ്. ഓവർ പാടില്ല, എങ്കിലും പാല് ഒരു വളരെ സമീകൃതമായ ആഹാരമാണ്. മുട്ട മുട്ട പുഴുങ്ങി കഴിക്കരുതെന്നാണ് പറയുന്നത്. മുട്ട ബുൾസൈയൊക്കെ ആക്കി കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ ഒരു മുട്ടയ്ക്കകത്ത് 8 രൂപ 7 രൂപ 10 രൂപ വിലയുള്ളെന്നുണ്ടെങ്കിലും ഒരു 300 രൂപയുടെ സാധനം എന്തിനകത്തുണ്ട്? ഈ മുട്ടയ്ക്കകത്തുണ്ട്. പക്ഷെ പുഴുങ്ങിക്കഴിഞ്ഞാൽ എന്താ കുഴപ്പം എന്താണെന്നറിയാമോ? പുഴുങ്ങിക്കഴിഞ്ഞ് നമ്മൾ കഴിക്കുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം അത്രയും എനർജി തന്നെ വേണം എന്ത് ചെയ്യാൻ? റബ്ബർ പോലായ മുട്ടയെ എന്ത് ചെയ്യാൻ? നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാൻ. അതുകൊണ്ട് മുട്ട നമ്മുടെ മറവത്തൂർ കനവിലെ മമ്മൂട്ടിയൊക്കെ തിന്നുന്ന പോലെ തിന്നുന്നതാണ് ഏറ്റവും നല്ലത്. കാരണം മമ്മൂട്ടിക്ക് ഒരു ആക്സിഡൻ്റൊക്കെ പറ്റുമ്പം മുട്ടയുടെ മുകൾ ഭാഗം ഇങ്ങനെ തട്ടിക്കളഞ്ഞിട്ട് 2-3 മുട്ട എന്ത് ചെയ്യും? പച്ചയ്ക്ക് കഴിക്കും. അടിയൊക്കെ കൊണ്ട് കഴിയുമ്പോൾ മറവത്തൂർ കനവിലെ കുഞ്ഞു ഗുണ്ടയായ മമ്മൂട്ടി. ഞാനൊരു മമ്മൂട്ടി ഫാനാണ് കേട്ടോ. റെഡി, എൻ്റെ സ്നേഹമുള്ള പ്രിയപ്പെട്ട കൂട്ടുകാരെ. അപ്പം ബുൾസൈ ഒക്കെയാണ് കുറച്ചും കൂടെ നല്ലത്. ഫുള്ളങ്ങ് പൊരിച്ചും പുഴുങ്ങിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി എഫേർട്ട് എടുത്താലേ ശരീരത്തിന് അതിനെ എന്ത് ചെയ്യാൻ പറ്റൂ? തിരിച്ചു പിടിക്കാനായിട്ട് പറ്റും. മുട്ട വളരെ നല്ലതാണ്. ചെറിയ മീനുകൾ, നെത്തോലി, ചാള, മൈല, മത്തി, അങ്ങനെയൊക്കെയുള്ള കുഞ്ഞു മീനുകൾ വളരെ നല്ലത്. നെയ്മീൻ, കൊഞ്ച്, കണവ, അങ്ങനെയുള്ള വലിയ വിലയുള്ള സാധനങ്ങൾക്ക് കൂടുതൽ നെഗറ്റീവ്സ് ഉണ്ട്. റെഡി. മാത്രമല്ല അതൊക്കെ പ്രിസർവ് ചെയ്ത് വെക്കുന്നതിനകത്ത് ഒത്തിരി പോയ്സണസ് സംഭവങ്ങൾ വരും. കാരണം ചെറിയ മീനുകൾക്ക് വലിയ വിലയില്ലാത്തതുകൊണ്ട് വലിയ ഐസിഡിയിലും പ്രിസർവേഷൻ പരിപാടികളൊന്നുമില്ല. പക്ഷേ വിലയുള്ള മീനുകളാണെന്നുണ്ടെങ്കിൽ ഐസൊക്കെ കൂടുതലിട്ട് ഭയങ്കരമായിട്ട് പല പരിപാടികൾ ചെയ്താണ് ഈ ഡെഡ് ബോഡി സൂക്ഷിക്കുന്ന സാധനം വരെ മീനുകളിനകത്തൊക്കെ ഒഴിക്കുന്നതെന്നൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ കേൾക്കുന്നത്. അങ്ങനെയൊക്കെയുള്ള ഒരു കഥകളാണ്. പിന്നെ ഐസ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വെള്ളം പലപ്പോഴും പന്നലാണ്. അങ്ങനെയുള്ള ഐസ് മീനിൻ്റെ അടുത്തിരുന്ന് കഴിഞ്ഞാൽ എന്തോ പറ്റും? ആ ഐസിനകത്തുള്ള ഈ വിഷ സാധനങ്ങളെല്ലാം എങ്ങോട്ട് കയറും? സോഫ്റ്റായിട്ടുള്ള മീനിനകത്തോട്ട് കയറും. അതിനെ എന്താ വിളിക്കുന്നത്? ഓസ്മോസിസ് ആണോ? കട്ടിയുള്ളതിൽ നിന്ന് കട്ടി കുറഞ്ഞതിനകത്തോട്ട് സാധനങ്ങൾ പ്രവേശിക്കുന്നത് തിരിച്ചാണോ? കട്ടി കുറഞ്ഞതിൽ നിന്ന് കട്ടി കൂടിയതിലോട്ട് പ്രവേശിക്കുന്നതാണെന്ന് തോന്നുന്നു ഓസ്മോസിസ്. എന്തായാലും ഒരു കെമിക്കൽ പ്രോസസ്സ് ഇങ്ങനെ നടക്കും കേട്ടോ. ഇത് ഐസിനകത്തുനിന്ന് പോയിസണസ് സാധനങ്ങൾ ഇതിനകത്തോട്ട് മീനിൻ്റെ അകത്തോട്ട് കയറുമെന്ന് ഞാൻ വായിച്ചു. എനിവേ, ഇതൊക്കെയാണ് ബാലൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. ഇനി എന്തൊക്കെയാണ് ഒഴിവാക്കേണ്ടത്? വറുത്തതും മെഴുക്ക് വരട്ടിയും എന്ത് ചെയ്യുക? കുറയ്ക്കുക. എണ്ണ ഉൽപ്പന്നങ്ങളെല്ലാം ചെറുതായിട്ട് എന്ത് ചെയ്യുക? കുറയ്ക്കുക. ചിപ്സ് കഴിയുന്നിടത്തോളം കുറയ്ക്കുക. നിറമുള്ള ബേക്കറി സാധനങ്ങളൊക്കെ എന്ത് ചെയ്യുക? കുറയ്ക്കുക. റെഡി. ഇനി ആരോഗ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സീക്രട്ട് എന്താണ്? മനസ്സിൻ്റെ സന്തോഷമാണ് കേട്ടോ. 90 വയസ്സുള്ള അപ്പൂപ്പന് 19കാരനെ പോലെ നടക്കാം. 19 വയസ്സുകാരനും എങ്ങനെ നടക്കാം? 90 വയസ്സുകാരനെ പോലെ നടക്കാം. മനസ്സാണത് എന്ത് ചെയ്യുന്നത്? തീരുമാനിക്കുന്നത്. എങ്കിലും ഏറ്റവും പ്രധാനപ്പെട്ട സാധനമാണ് എന്ത്? എക്സസൈസ്. മാതാപിതാക്കളോടൊക്കെ നല്ല സ്നേഹമുള്ളവർ കൈ ഉയർത്ത്. ഈ കൈ ഉയർത്തിയവരിൽ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യുന്നവർ കൈ വീശ്. എക്സസൈസ് ചെയ്യുന്ന ഒരാൾ മാത്രമേ ഉള്ളൂ മാതാപിതാക്കളോട് സ്നേഹമുള്ളവർ. ബാക്കി ആർക്കും മാതാപിതാക്കളോട് സ്നേഹമില്ല. മാതാപിതാക്കളോട് സ്നേഹം ഉണ്ടെന്നുണ്ടെങ്കിൽ എക്സസൈസ് ഒക്കെ ചെയ്ത് നമ്മൾ നമ്മുടെ ആരോഗ്യം എന്ത് ചെയ്യും? സ്നേഹമുണ്ടെന്ന് പറഞ്ഞിട്ട് മാത്രം പോരാ. ഹിറ്റ്ലറിനെ മമ്മൂട്ടി പറയുന്ന പോലെ ഈ സ്നേഹം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? മനസ്സിൽ വെക്കാനുള്ളതാണോ? അത് കാണിക്കാനുള്ളതല്ലേ എന്ന് പറയുന്നത് പോലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, മാതാപിതാക്കളോടുള്ള സ്നേഹമൊക്കെ എന്ത് ചെയ്യണം? കാണിക്കണം. എങ്ങനെ കാണിക്കുന്നത്? നമ്മൾ നമ്മുടെ ശരീരം നല്ല ഭക്ഷണം കറക്റ്റ് സമയത്ത് കഴിക്കുക, ഇഷ്ടംപോലെ വെള്ളം കുടിക്കുക, എല്ലാ ദിവസവും നടക്കുക, എക്സസൈസ് ചെയ്യുക, വ്യായാമം ചെയ്യുക. ഇതോടൊപ്പം ശാരീരികമായ വികാസത്തിന് ഏറ്റവും നല്ല സാധനം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിലൊരു കൊച്ചു പച്ചക്കറിത്തോട്ടവും ഒരു കൊച്ചു ഗാർഡനും ഒക്കെ ഉണ്ടാക്കണം. കോളേജിൽ പച്ചക്കറിത്തോട്ടവും ഗാർഡനും ഒന്നും വേണ്ട, ജമന്തി തൈകൾ നട്ട് വളർത്തിയാൽ മതി.
അതിനെല്ലാ ദിവസവും എന്തും ഒഴിക്കുക, വെള്ളവും ഒഴിച്ച് അതിൻ്റെ പൂക്കൾ വെച്ച് എന്തുണ്ടാക്കുക, നമ്മൾ തന്നെ വളർത്തിയെടുത്ത പൂക്കൾ കൊണ്ട് അത്തപ്പൂക്കളം ഉണ്ടാക്കുക, അത് ബാക്കിയുള്ള പൂക്കൾ മറ്റുള്ളവർക്കൊക്കെ എന്ത് ചെയ്യുക, കൊടുക്കുക. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കോളേജ് ലെവലിൽ, വീടിൻ്റെ ലെവലിൽ പച്ചക്കറിത്തോട്ടവും പൂക്കൃഷിയൊക്കെ ചെയ്താൽ നമുക്ക്, അതായത് വെറും ഒരു എക്സസൈസ് മാത്രമല്ല, അതുകൊണ്ടൊരു സോഷ്യലി യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനം കൂടെ എന്ത് ചെയ്യണം, ഉണ്ടാകണം. ചെടിക്ക് വെള്ളം ഒഴിക്കുമ്പോൾ സിറ്റപ്സ് ഒക്കെയാണ്. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങളും കൂടെ പറയാം. ഡോക്ടർ ക്രിസ്റ്റ്യൻ ബെർണാഡ് ആണെന്ന് തോന്നുന്നു ഈ ഹൃദയ ശസ്ത്രക്രിയ ആദ്യമായിട്ട് വിജയപ്രദമായിട്ട് നടത്തി. പുള്ളി പറയുവാണ് 21-22 ഇയേഴ്സ് വരെ നമുക്ക് നല്ല പോലെ ഫുഡ് വേണം, അത് കഴിഞ്ഞ് ഫുഡ് എന്ത് ചെയ്യണം, കുറയ്ക്കണം. അല്ല, കാരണം എന്ന് വെച്ചാൽ നമുക്ക് അത്രയും ഹൈപ്പർ ആക്ടിവിറ്റി ഇല്ല. അത് കഴിഞ്ഞ് വീണ്ടും പഴയതുപോലെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരി വണ്ണം വയ്ക്കുകയും അമിതമായിട്ട് നമ്മുടെ ദേഹത്ത് ഫാറ്റ് സ്റ്റോർ ചെയ്യപ്പെടുകയും പിന്നെ കൊളസ്ട്രോൾ, ഫാറ്റി ലിവർ, അങ്ങനെയുള്ള ഒത്തിരി രോഗങ്ങളുണ്ടാകും എന്ന് ക്രിസ്റ്റ്യൻ ബെർണാഡ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചിന്തയാണത് കേട്ടോ. അതുകൊണ്ട് നമ്മുടെ അമിതമായി ഭക്ഷണം എന്ത് ചെയ്യരുത്, കഴിക്കരുത്. എപ്പോഴും കുറച്ച് വയറെന്ത് ചെയ്യണം, ബാക്കി നിൽക്കണം. വൈകുന്നേരം നേരത്തെ എന്ത് ചെയ്യണം, ഭക്ഷണം കഴിക്കണം. അത് കഴിഞ്ഞ് കുറച്ച് നടത്ത എക്സസൈസും ഒക്കെ വേണം. ഏകദേശം അതൊക്കെ ഒന്ന് യൂസ് ചെയ്തിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, കിടക്കാൻ. ഒരു 6, 7, 8 മണിക്കൂറൊക്കെ എന്ത് ചെയ്യണം, ഉറങ്ങണം. ഉറക്കത്തിൽ ഒരു പിശുക്കും എന്ത് ചെയ്യരുത്, കാണിക്കരുത്. കാരണം നമ്മൾ പഠിക്കുന്നതും വായിക്കുന്നതും ചിന്തിക്കുന്നതും അറിയുന്നതും അനുഭവിക്കുന്നതുമായ കാര്യങ്ങളെല്ലാം നമ്മുടെ സ്വഭാവ രൂപീകരണത്തിൻ്റെ ഭാഗമാകുന്നതും ബ്രെയിനിൽ പതിയുന്നതുമൊക്കെ നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണ്, ഉറങ്ങുമ്പോഴാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പം നല്ല വ്യായാമം, നല്ല ഉറക്കം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്ന സാധനം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആത്യന്തികമായി ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യമല്ല, മാനസിക ആരോഗ്യമാണ്, സ്പിരിച്വൽ ഹെൽത്താണ്. വാല്യൂസിൻ്റെ പവറും മാനസികമായ ശക്തിയുമാണ് ശരിയായ ആരോഗ്യം. അതോടൊപ്പം ശാരീരികമായ ശക്തിയും വേണം. അരിസ്റ്റോട്ടിൽ പറയുന്നത് പോലെ എ സൗണ്ട് മൈൻഡ് ക്യാൻ ബി ഡെവലപ്ഡ് ഇൻ എ സൗണ്ട് ബോഡി. അതുകൊണ്ട് നമുക്ക് കൂടുതൽ ചടുലമായി നടക്കാനും എനർജറ്റിക് ആയിട്ട് ജീവിക്കാനും പരിശ്രമിക്കാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നല്ല ആശംസകൾ. താങ്ക് യു വെരി മച്ച്. ഗോഡ് ബ്ലസ്. താങ്ക്സ് അലോട്ട്.